ഹായ്, ഐ ആം ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സെം സ്റ്റാറ്റിസ്റ്റിക്സിലെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളാണ്. ഫോർത്ത് മൊഡ്യൂളാണ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത് എങ്ങനെയാണ്, അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് എന്തൊക്കെയാണ്, എന്ത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ SQC എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ SQC എന്ന് പറയാം. Statistical quality control, the process of maintaining and improving the quality of the product produced using various statistical devices is known as statistical quality control. ഷോർട്ടായിട്ട് നമ്മൾ SQC എന്ന് എഴുതും. ദെൻ എന്താണ് ക്വാളിറ്റി? അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ പ്രതീക്ഷിക്കുന്നത്? മാക്സിമം ക്വാളിറ്റി, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം അതിന് കിട്ടാൻ പറ്റുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ മാക്സിമം സ്റ്റാൻഡേർഡ് അല്ല. In SQC, quality refers to good quality items which conform to the standards specified for measurement. അതായത് എന്തിനെ പറ്റി SQCയിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെയാണ്, പക്ഷെ അത് ആ ഒരു പ്രത്യേക ഐറ്റത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ക്വാളിറ്റിയാണ് നമ്മൾ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. SQCയുടെ കേസിൽ ക്വാളിറ്റി പറയുന്നത്. ഇനി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി മീൻസ് ദ ബെസ്റ്റ് ഫോർ സെർട്ടൈൻ കസ്റ്റമർ കണ്ടീഷൻസ് like the actual end use, most economical selling price of the product, etc. ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് കസ്റ്റമർ കണ്ടീഷൻസിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ഹൈ സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ വന്ന് നല്ല പ്രൈസിലാണ് നമുക്കത് സെല്ല് ചെയ്യേണ്ടി വരിക, എന്നാലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എല്ലാവരും വാങ്ങിക്കണം എന്നില്ല. പിന്നെ ആ ഉണ്ടാക്കുന്ന സാധനം അതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവും വേണം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഒരു കസ്റ്റമറിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പ്ലസ് അഫോർഡബിൾ ആയിട്ട് അവർ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഒക്കെ വരുന്നത്. അതായത് കൂടുതൽ കാലം നീണ്ടു നിൽക്കണം. ഒരുപാട് പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ആക്ച്വൽ എൻഡ് യൂസ് ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയുടെ കേസിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട SQCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ, സ്പെസിഫിക്കേഷൻ ലിമിറ്റ്. സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് ആർ സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ബയേഴ്സ്. The buyers are expected to accept those items which fall within the specification limit. അതായത് നമുക്കിപ്പോൾ എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് കസ്റ്റമേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ സപ്പോസ് ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾ നിങ്ങൾക്കറിയാം, ഒരു പ്രത്യേക സൈസ് മുതൽ ഒരു മിനിമം സൈസ് മുതൽ ഒരു മാക്സിമം സൈസ് വരെയുള്ള ചെരുപ്പുകളെ അവരുണ്ടാക്കുള്ളൂ. അതിൻ്റെ അപ്പുറമുള്ള സൈസുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആളുകൾ വാങ്ങിക്കില്ല, അത് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഏകദേശം സൈസ് നോക്കിയിട്ടാണ് ആ സൈസുകളൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ ഷൂസിൻ്റെ സൈസ് ഇതൊക്കെ തീരുമാനിക്കും. സ്ക്രൂസ് പറഞ്ഞ എല്ലാ ടൈപ്പ് സ്ക്രൂസും നമ്മൾ യൂസ് ചെയ്യില്ല, എല്ലാ ലെങ്ത്തിലുള്ള സ്ക്രൂവും നമുക്ക് പറ്റില്ല. അപ്പോൾ പർട്ടിക്കുലർ ലെങ്ത്ത് വരുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ആളുകൾ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ആ യൂസിനനുസരിച്ചാണ് അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് പോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ചെരുപ്പാണെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് വരുന്നത്, ചെരുപ്പിൻ്റെ സൈസ് എത്രയാണോ സൈസിൻ്റെ വരുന്ന ആ ലിമിറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്ന് പറയാം. ഒരു സ്ക്രൂ ആണെന്ന് വെച്ചാൽ ഒരു 35 mm ടു
45 മില്ലിമീറ്റർ അങ്ങനെയൊക്കെയാണ് ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ലെങ്ത്ത് വരുന്ന സാധനമാണ് വേണ്ടത് വെച്ചാൽ ആ 2 ലെങ്ത്തിൻ്റെ ഉള്ളിൽ വരുന്ന സാധനമേ ആളുകൾ വാങ്ങിക്കുള്ളൂ. 35 മില്ലിമീറ്ററോ 45 മില്ലിമീറ്ററിൻ്റെ ഇടയിലുള്ള ഒരു ലെങ്ത്താണ് വേണ്ടത് വെച്ചാൽ, അപ്പോൾ ഇവിടെ 35 എന്ന് പറയുന്നതും 45 എന്ന് പറയുന്നതും സ്പെസിഫിക്കേഷൻ ലിമിറ്റാണ്. ഓക്കെ. അതുപോലെ നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെരുപ്പാണ് വെച്ചാൽ ചില കേസിൽ നമുക്കറിയാം 7 സൈസുള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ചിലപ്പോൾ 6 സൈസുള്ള ചെരുപ്പുകൾ ചിലപ്പോൾ പാകാം. അതുപോലെ 8ഉം പാകാം. അത് ആ ചെരുപ്പ് കമ്പനി ഏതാണോ അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ 6 to 8 എന്നുള്ളത് അവിടെ ഒരു സ്പെസിഫിക്കേഷൻ ലിമിറ്റാണ്. ഓക്കെ. അപ്പോൾ അതിനെയാണ് സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്ന് പറയാം. കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ലിമിറ്റ്. ദെൻ ചാൻസ് കോസസ് എന്ന് പറയുന്നത് കോസസ് പറഞ്ഞാൽ നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും എത്രയൊക്കെ നമ്മൾ അതിൻ്റെ എല്ലാ സിറ്റുവേഷൻസും കൺട്രോൾ ചെയ്ത്, ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ഒരേ മെഷീനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലും അതിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടാകും. അതായത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഉള്ള വേരിയേഷൻ അല്ല, ഒരേ ഹോമോജീനിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്, ഹോമോജീനിയസ് കണ്ടീഷൻസിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും ആ ഔട്ട്പുട്ടിൽ വരുന്ന സമയത്ത്, പ്രൊഡക്റ്റിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഒരേ സിറ്റുവേഷനിൽ നമ്മൾ ഒരേ കണ്ടീഷനിൽ ഒരേ എമൗണ്ട് റിയാക്റ്റൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ തന്നെ ഒരേ സാധനം ഒരേ കണ്ടീഷനിൽ ഒരേ അളവിലൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്തും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ടിൽ ചെറിയ വേരിയേഷൻസ് വരാം. നിങ്ങൾ സ്ക്രൂ ഗേജ് റീഡിങ് എടുത്തിട്ടുള്ളവർക്കറിയാം. സ്ക്രൂ ഗേജ് റീഡിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരേ സ്ക്രൂയുടെ തന്നെ റീഡിംഗ് ആണ് എടുക്കുന്നത്. ഒരേ എക്യുപ്മെൻറ്റിൻ്റെ റീഡിങ് തന്നെ സ്ക്രൂ ഗേജ് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്തും അതിൽ കുഞ്ഞു കുഞ്ഞ് വേരിയേഷൻസ് ഉണ്ടാവും. അവിടെ നമ്മളതിനെ എറർ എന്ന് പറയും. ഇവിടെ അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത നാച്ചുറലായിട്ടുണ്ടാവുന്ന നമുക്ക് ബിയോണ്ട് നമ്മുടെ കൺട്രോളിലല്ലാത്ത ഇങ്ങനെയുള്ള വേരിയേഷനെ നമ്മൾ അലോവബിൾ വേരിയേഷൻ എന്ന് പറയും. കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, അതെന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനെ അലോവബിൾ വേരിയേഷൻ എന്ന് പറയും. അങ്ങനെ ആ അലോവബിൾ വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്തിലേലും വരുന്ന വേരിയേഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ആ ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ കാരണങ്ങളെയാണ് നമ്മൾ ചാൻസ് കോസസ് എന്ന് പറയുന്നത്. ഓക്കെ. The variation which are random in nature and are beyond the control of human beings are called allowable variations. These variations may be reduced but cannot be eliminated. അത് റെഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റും, കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എങ്ങനെയായാലും ഒരു ചെറിയ വേരിയേഷൻ എപ്പോഴും ഉണ്ടാകും. The causes for this kind of variations are called chance causes or non-assignable causes. ഇങ്ങനത്തെ വേരിയേഷനുള്ള കാരണത്തെയാണ് ചാൻസ് കോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ non-assignable causes എന്ന് പറയും. For example, the product produced under homogeneous conditions may have small variations. Okay. ഫിലമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരേ ടൈപ്പ് ഫിലമെൻ്റ് ഒരേ ഇതിൽ ഉണ്ടാകുന്ന ഫിലമെൻറ്റിനെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ക്വാളിറ്റീസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. ദെൻ നെക്സ്റ്റ് അസൈനബിൾ കോസസ്. ഇതെന്ന് പറയുന്നത് അസൈനബിൾ കോസസ് എന്ന് പറയുന്നതിൽ നമ്മൾ പ്രിവെൻറ്റീവ് വേരിയേഷൻസിനുള്ള കാരണങ്ങളെയാണ് അസൈനബിൾ കോസസ് എന്ന് പറയും. അപ്പോൾ പ്രിവെൻറ്റീവ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മെഷീൻസിന് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടാവും. അതായത് ലൂബ്രിക്കേഷൻ കൊടുക്കാത്തതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും. ഓയിൽ കൊടുക്കാത്തതിൻ്റെയോ ടൈറ്റ് വന്നിട്ടുണ്ടാവും കുറേ കാലം വർക്ക് ചെയ്തിട്ട്, അങ്ങനെ ചെറിയ എന്തെങ്കിലും
കാരണങ്ങളും, അതായത് നമ്മളേതായ മിസ്റ്റേക്ക് കൊണ്ട് വന്നിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാകും. The causes of certain variation can be identified and by taking appropriate steps they can be eliminated. Appropriate സ്റ്റെപ്പുകൾ കൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. Such variations are called preventive variations. ഐഡൻറ്റിഫൈ ചെയ്യാൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻസ് ആണ് പ്രിവെൻറ്റീവ് വേരിയേഷൻസ്. ആ വേരിയേഷൻസിനുള്ള കാരണം, the causes for the preventive variations are called assignable causes. For example, variation due to non-lubrication of machine. മെഷീനിൽ നോൺ ലൂബ്രിക്കേഷൻ മൂലം ഉണ്ടാകുന്ന വേരിയേഷൻ. Then natural tolerance limit. ഇപ്പോൾ പറഞ്ഞു ഏതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലും ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് കിട്ടുന്ന സാധനത്തിലും പ്രൊഡക്റ്റിലും ചെറിയ തരത്തിലുള്ള ചാൻസ് കോസസ് മൂലമുള്ള വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാകും. അല്ലാതെ നമുക്ക് അസൈനബിൾ കോസസ് കൊണ്ടുള്ള വേരിയേഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ചാൻസ് കോസസ് കൊണ്ടുള്ള വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എക്സ് ബാർ ചാർട്ട്, മീൻ ചാർട്ട് വെച്ചിട്ട് ഈ വേരിയേഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ എക്സ് ബാർ ചാർട്ടിൽ വരച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വേരിയേഷൻസ് എപ്പോഴും ചാൻസ് കോസസ് കൊണ്ടുള്ള വേരിയേഷൻ, ഡാറ്റയിലുള്ള വേരിയേഷൻ എപ്പോഴും മ്യൂ പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ എന്ന് പറയുന്ന ലിമിറ്റിലായിരിക്കും. അതായത് ഡാറ്റയുടെ മീനിങ് മ്യൂ പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ എന്നുള്ള ലിമിറ്റിൻ്റെ ഉള്ളിലാണ് എപ്പോഴും ഈ ചാൻസ് കോസസ് കൊണ്ടുള്ള വേരിയേഷൻ ഉണ്ടാകുക. അപ്പോൾ ഈ ലിമിറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. Under X bar chart, almost all the variation due to chance causes lie within mu plus or minus 3 sigma limits, and these limits are called natural tolerance limit. ഇനി അതിൻ്റെ ഒരു വിടുത്തുണ്ടല്ലോ, മ്യൂ പ്ലസ് മൈനസ് 3 സിഗ്മയ്ക്കും മ്യൂ മൈനസ് 3 സിഗ്മയ്ക്കും ഇടയിലുള്ള ആ ലെങ്ത്, അതായത് 6 സിഗ്മേനെയാണ്, ആ ലെങ്ത്തിനെയാണ് പറയുന്നത് നാച്ചുറൽ ടോളറൻസ്. Then remark, if the natural tolerance limits coincide with or lie within the specification limit, all the manufactured items are accepted to a buyer. അതായത് നമ്മളിപ്പോൾ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് അടയാളപ്പെടുത്തി, എന്നിട്ട് അതേ സാധനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ലിമിറ്റും നമുക്കറിയാം. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ലിമിറ്റും അറിയാം. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയും. അതായത് എല്ലാ പ്രൊഡക്റ്റും അക്സെപ്റ്റബിൾ ആയിരിക്കും ബയേഴ്സിന്, അവരെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാം. ദെൻ പ്രോസസ് കൺട്രോൾ ആൻഡ് പ്രൊഡക്റ്റ് കൺട്രോൾ. എങ്ങനെയാണ് ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യണം? അപ്പോൾ 2 രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യണം, പ്രൊഡക്റ്റിനെയും കൺട്രോൾ ചെയ്യണം. അപ്പോൾ a production process is said to be under statistical control when the manufactured item lie within the natural tolerance limit. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കൺട്രോളിലാണെന്ന് പറയുക എപ്പോഴാണ് അത് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും, എല്ലാ ഐറ്റംസും നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് മ്യൂ പ്ലസ് 3 സിഗ്മയ്ക്കും മ്യൂ മൈനസ് 3 സിഗ്മയ്ക്കും ഇടയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത്. That is, the assignable causes of variation are absent and the process is governed by the chance causes alone. The process control is achieved through the techniques of control charts pioneered by W.A. Shewhart. അതായത് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൺട്രോളിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിൻ്റെ ഉള്ളിൽ വരണം. അതായത് അസൈനബിൾ കോസസ് 0 ആയിരിക്കണം, ചാൻസ് കോസസ് മാത്രമാണ് ആ ഡാറ്റയിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചാർട്ട് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ടുള്ള ആൾ W.A. Shewhart ആണ്. Then by product control we mean controlling the quality of product by critical examination at strategic point, and this is achieved by sampling inspection plan developed by Dodge and Roming. Dodge and Roming എന്ന് പറഞ്ഞിട്ട് 2 പേര്
കണ്ടുപിടിച്ചിട്ടുള്ള സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ പ്ലാൻ വഴിയായിട്ടാണ് പ്രൊഡക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുക്കും. ആ സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ എത്ര ഡിഫക്റ്റീവ് ഉണ്ട്, എത്ര നോൺ ഡിഫക്റ്റീവ് ഉണ്ട് നോക്കും. അപ്പോൾ ഒരുപാട് ഡിഫക്റ്റീവ്സ് ആണെന്ന് നമ്മൾ ആ സാമ്പിളിനെ റിജക്റ്റ് ചെയ്യും. എന്നിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുക? ഒരുപാട് ഡിഫക്റ്റീവ്സ് ആണ് നമുക്ക് സാമ്പിളിൽ കിട്ടിയെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പ്രൊഡക്റ്റിൽ കുറേ ഡിഫക്ട്സുകൾ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ സാമ്പിൾ എടുത്ത് അത് പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളും കുറച്ചും കൂടി സിൻസിയറായിട്ട് അവർ അതിന് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യും, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ഈ മെത്തേഡാണ് നമ്മൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ പ്ലാൻ എന്നൊക്കെ പറയാം. അതിലുള്ള വരുന്നതാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. കാരണം പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. എ ബയർ ഡ്രോസ് എ സാമ്പിൾ ഓഫ് എ ഫ്യൂ യൂണിറ്റ്സ് ഫ്രം എ ലോട്ട് that is to be accepted by him if the number of defectives is less than. If the number of defectives is more, the lot is to be rejected. This technique is of sampling inspection and decision making is called acceptance sampling. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പിൾ എടുക്കും, അതിൽ ഡിഫക്റ്റീവ് കൂടുതലാണെന്ന് വെച്ചാൽ റിജക്റ്റ് ചെയ്യും, ഡിഫക്റ്റീവ് കുറവാണെന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഏകദേശം നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോസ്, ഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന ലോസ് കുറയ്ക്കാൻ പറ്റും. Then uses of SQC in modern business and industry. Modern ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും SQCയുടെ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ, stopping a process or meddling with it when it is progressing satisfactorily and not taking note of a fault that has crept into the process are the two evils against which SQC safeguards. അതായത് ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ അക്സെപ്റ്റൻസ് സാമ്പിളിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ നടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക്, പ്രോസസ്സ് ഫുള്ള് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും, അതിലെന്തെങ്കിലും മുന്നെന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫുൾ സാധനങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു ഇത് SQC ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. വർക്കേഴ്സ് ആർ അലേർട്ട് വെൻ ദേ അവെയർ ഓഫ് എ പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ഓവറോൾ പെർഫോമൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കും, അവരെപ്പോഴും അലേർട്ടായിട്ടിരിക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനുള്ള ശ്രദ്ധിക്കും. The technique also suits those items which are destroyed during test. Explosives and chalk could not be tested 100%. പല ഐറ്റംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സാധനം ഫുള്ളായിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കേടന്നു പോവാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതാണ് ഈ പറയുന്നത്, ചോക്ക്, എക്സ്പ്ലോസീവ് ഒന്നും നമുക്ക് 100% ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇലക്ട്രിക് ഡിവൈസസ് ഒന്നും നമുക്ക് 100% ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഫുള്ളും വർക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കൊടുക്കുന്നത് അതായത് അതിൻ്റെ ലൈഫ് ടൈം എത്രത്തോളാണെന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ 5 വർഷം നീണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൾബാണെന്ന് വെച്ചാൽ അതിന് 6 വർഷം ഗ്യാരണ്ടി കൊടുത്താൽ നടക്കില്ല. കാരണം അത് 5 വർഷം കഴിഞ്ഞ് 6 വർഷത്തിൻ്റെ ഉള്ളിൽ അത് കേടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നഷ്ടമാണ് കമ്പനിക്ക്. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അതിന് ഗ്യാരണ്ടി വാറണ്ടിയൊക്കെ കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ ഈ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ലോസ് ലാസ്റ്റ് എല്ലാം കൂടി ചെക്ക് ചെയ്യാനും പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് വെച്ചാൽ ഇങ്ങനെ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ SQC ചെയ്യുന്ന സമയത്ത് SQC വഴി നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഐറ്റംസിൻ്റെ ക്വാളിറ്റി. This sampling inspection helps to evaluate
the quality of the untested units. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് മൂലം നമുക്ക് ടെസ്റ്റ് ചെയ്ത യൂണിറ്റിനെയും ടെസ്റ്റ് ചെയ്യാത്ത യൂണിറ്റിനെയും ഒരേ സമയം ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എടുക്കുന്ന സാമ്പിൾ റാൻഡമാണ്. അപ്പോൾ ആ റാൻഡമായിട്ട് എടുക്കുന്ന ഐറ്റംസിൽ ഡിഫക്റ്റീവ്സ് ഉണ്ടോ ഡിഫക്റ്റീവ്സ് ഇല്ല എന്ന് നമ്മൾ എത്രത്തോളം നോക്കുന്നതിനനുസരിച്ച് അതിൽ ഡിഫക്റ്റീവ്സ് കൂടുതലാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഐറ്റം പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് എറർ വന്നിട്ടുള്ളതെന്ന് നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളിലൊക്കെ ഈ എറർ കുറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്ത സാധനം ചെക്ക് ചെയ്യാത്ത സാധനം ഒരുപോലെ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. Reduction in cost and time is another advantage of this sample study. This is the inspection cost is, there is the inspection cost is plus. അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഐറ്റം ചെക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മൊത്തം ഐറ്റംസ് ഒന്ന് സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് കുറയും, കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. Then fifth, production fault are detected early and are corrected, hence there is considerable reduction in the number of units rejected finally and also in rework. തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കിങ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കാം, ഒരുപാട് ഫോൾട്ടുകൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കുകയും അത് അവിടെ തന്നെ കറക്റ്റ് ചെയ്ത് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ടുള്ള ചെക്കിങ്ങിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് എൻഹാൻസസ് ദ സെല്ലിംഗ് മാർക്കറ്റ് ആൻഡ് ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. നല്ല ക്വാളിറ്റി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നല്ല പേരാണ്, നല്ല വിറ്റഴിക്കപ്പെടുകയും ചെയ്യും. Acceptance sampling enables the buyer as well as the seller to take decision and to develop plans. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഭാവി പ്ലാനുകൾ ഇതാക്കാനും, അപ്പോൾ ഓരോ ഐറ്റംസിനും ഇപ്പോൾ ഒരു കസ്റ്റമറെ കൊണ്ടാണ് സാമ്പിൾ എടുപ്പിക്കുന്നത് വെച്ചാൽ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടാണ് അത് എടുക്കുന്നത് വെച്ചാൽ അയാൾക്ക് മനസ്സിലാവും അതിൽ എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഡ്രോബാക്ക് ഒക്കെ തിരുത്തി നമുക്ക് പുതിയ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാൻ അത് ഉപകരിക്കും. ഗുഡ് ഡീൽ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അവൈലബിൾ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഫോർ മെനി ടെക്നിക്കൽ ഡിസിഷൻ. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ ഈ SQC വഴിയുള്ള ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റായിട്ട് പറയാനുള്ളത്. ഇനിയും കുറച്ചുകൂടെ ടേംസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഓരോന്നായിട്ട് പഠിക്കാം. ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു ഫസ്റ്റ് പ്രോസസ് കൺട്രോളും പ്രൊഡക്റ്റ് കൺട്രോളും ഉണ്ട് എന്നുള്ളത്. ഇതിൽ പ്രോസസ് കൺട്രോൾ മെത്തേഡ്സ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്, അതായത് കൺട്രോൾ ചാർട്ടുകൾ മാത്രമാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.